അടുത്ത ബന്ധമുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ ധീരതയെക്കുറിച്ചോ രാഷ്ട്രീയ സ്നേഹത്തെക്കുറിച്ചോ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചോ ഒന്നും യാതൊരു അവ്യക്തതയും ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. സഖാവിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വേദിയിലിരിക്കുന്ന സഖാവമ്പാടിയും സതീശനും ശബളയും എല്ലാ സഹാക്കൾക്കും സുഹൃത്തുക്കൾക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് തന്നെ വളരെ പ്രസക്തമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് 2 മണിക്കൂർ മുൻപാണ് വിളിച്ചു പറഞ്ഞത് എന്ന ഒരു പരിമിതി ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ മോഡി സർക്കാർ പാസാക്കിയിരിക്കുന്ന കർഷകന് മരണ വാറണ്ട് തീർക്കുന്ന ഈ കാർഷിക നയങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും ഈ 3 ബില്ലുകളെ കുറിച്ച് മാത്രമാണ് പലരും സംസാരിക്കുന്നത്. ഈ 3 പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ 3 ബില്ലിന് അനുകൂലമാകുന്ന രൂപത്തിലുള്ള ചില നിയമനിർമ്മാണം കൂടി ഇതിനു മുൻപും അതിനുശേഷവും മോഡി സർക്കാർ പാസാക്കിയിട്ടുണ്ട് എന്ന് കൂടി ആ നിയമങ്ങളെ കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് കർഷകന് മരണവാറണ്ട് തീർക്കുന്ന നിയമങ്ങളാണ് മോഡി സർക്കാർ പാസാക്കിയത് എന്ന് നമുക്ക് വ്യക്തമാണ്. ഈ നിയമങ്ങൾ എത്ര കണ്ട് കർഷക ദ്രോഹവും ജനദ്രോഹവും രാജ്യദ്രോഹപരവുമാണ് എന്ന് പരിശോധിക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഒരു ചരിത്രത്തിലേക്കൊന്ന് എത്തി നോക്കിയെങ്കിൽ മാത്രമേ ഇത് എത്ര കണ്ട് മാരകമാണ് ഈ നിയമം എന്ന് നമുക്ക് മനസ്സിലാക്കും. ഇന്ത്യക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തിന് തൊട്ട് മുൻപ് 1943 ഇന്നത്തെ ബംഗ്ലാദേശ് അടക്കമുള്ള ബംഗാൾ, സുവർണ ബംഗാൾ, ക്ഷാമം മൂലം ദശലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരാണ് മരിച്ചത്. നമ്മുടെ അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിൽ സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുൻപ് 10,000-കണക്കിന് ആളുകൾ പട്ടിണി കിടന്ന് മരിച്ചു. ഏതാണ്ട് ആ സമയത്താണ് സഖാവ് കൃഷ്ണപിള്ള ആളവ റേഷന് വേണ്ടി അന്നത്തെ തിരുവിതാംകൂർ സർക്കാരിനെതിരെ സബ്സിഡിക്കെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് ആരംഭം കുറിക്കുന്നത്. വിഭജനത്തിന് ശേഷം കോടിക്കണക്കിന് ആളുകളുടെ പാലായനവും വർഗീയ കലാപങ്ങളുടെയും ചോരപുരണ്ട ചരിത്രത്തിന് ശേഷം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് പിച്ചവെച്ച സമയത്ത് തന്നെ ഭക്ഷ്യക്ഷാമവും പട്ടിണി മരണവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിഷയമായി. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര ഇന്ത്യ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നായി ഭക്ഷ്യസുരക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ ചില നിയമ നടപടികൾ എടുത്തി. അതിലൊന്ന് 1955 കേന്ദ്ര സർക്കാർ പാസാക്കിയ അവശ്യ വസ്തു നിയമമാണ്. ഈ അവശ്യ വസ്തു നിയമം അനുസരിച്ച് മനുഷ്യർ ഉപയോഗിക്കുന്ന നിത്യ ഉപയോഗ സാധനങ്ങൾ, അരി, ഗോതമ്പ്, പഞ്ചസാര, പയറുവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ്, തക്കാളി ഇങ്ങനെ അടങ്ങുന്ന ഭക്ഷ്യ എണ്ണ ഇങ്ങനെയുള്ള 10-25ഓളം ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങൾക്ക് ഇഷ്ടം പോലെ വ്യാപാരികൾക്ക് വാങ്ങി സൂക്ഷിക്കാനുള്ള അവകാശത്തെ നിരോധിക്കുന്ന ഒന്നായിരുന്നു. ആ നിയമത്തിലെ 3-ാം വകുപ്പ്, ആ 3-ാം വകുപ്പ് അനുസരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരുകൾക്കും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും ആവശ്യമായ ഘട്ടങ്ങളിൽ മിതമായ നിരക്കിൽ ആളുകൾക്ക് ഭക്ഷ്യസാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിനും അതിന് ഉതകുന്ന രൂപത്തിൽ ഭക്ഷ്യ സംഭരണം നടത്തുന്നതിനും ഉള്ള അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്ന ഒന്നായിരുന്നു 1955 അവശ്യ വസ്തു നിയമം. 2, ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിക്കഴിയുമ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 2 ലക്ഷം ടൺ ഗോതമ്പ് തരണമെന്ന് അമേരിക്കയുടെ യാചിക്കുകയുണ്ടായി. അന്നത്തെ ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡറുമായി ബന്ധപ്പെട്ടുകൊണ്ട് തരില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഒരു മതേതര സോഷ്യലിസ്റ്റ് ആഭിമുഖ്യം നെഹ്റു സർക്കാർ പുലർത്തുന്നത് കൊണ്ട് തന്നെ നെഹ്റു അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്ക അതിനോട് പുറത്തിരുന്നു. പിന്നീട് വലിയ സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ടാണ് PL 450 എന്ന് പറയുന്ന ഒരു കരാർ ഉണ്ടാകുന്നത്. ആ PL 450 കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് പറയുന്ന ഒരു പേര് ഷിപ്പ് ടു മൗത്ത് എന്നാണ്. കപ്പലിൽ നിന്ന് വായിലേക്ക്, കപ്പലിൽ നിന്ന് വരുന്ന ഗോതമ്പും അതുപോലുള്ള സാധനങ്ങളെ കാത്തു നിൽക്കുന്ന ഒരു കാലം ഇന്ത്യക്കുണ്ടായി. അന്ന് പറഞ്ഞ കാര്യമായിരുന്നു ഷിപ്പ് ടു മൗത്ത്.
ഏതാണ്ട് ഇതിന് ശേഷമാണ് നമ്മൾ അതിന് പലതരത്തിലുള്ള വിമർശനങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഹരിത വിപ്ലവത്തിന്റെ ഒക്കെ ആരംഭം കുറിക്കുന്നത്. ഈ ഹരിത വിപ്ലവമൊക്കെ ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് നമ്മുടെ കാർഷിക മേഖലയിൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ വിപ്ലവകരമാണ് എന്ന് നമുക്ക് തോന്നാവുന്ന രൂപത്തിലുള്ള ചില നടപടികൾ ഏതാണ്ട് 60 മുതൽ 70 വരെ ഏതാണ്ട് 65 കൂടി തന്നെയാണ് അത്തരത്തിലുള്ള നിയമ നിർമ്മാണം നടത്തുന്നത്. ആ നിയമനിർമ്മാണം നടത്തുമ്പോൾ പ്രധാനമായ 3 കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. അതിലൊന്ന്, ഇപ്പോ നമുക്ക് തറവാട്ട് സ്വത്തായി ഭൂമി കിട്ടാം. പരമ്പരാഗതമായി നാം വില കൊടുത്ത് വാങ്ങുകയോ അല്ലെങ്കിൽ നമുക്ക് പരമ്പരാഗതമായി ഭൂമി കിട്ടാം. പക്ഷേ ഈ കൃഷിഭൂമി അതിലെന്ത് കൃഷി ചെയ്യണം എന്നതിന് നിബന്ധനകൾ ഉണ്ടായിരുന്നു. ലാഭം കിട്ടുന്ന എന്തും കൃഷിഭൂമിയിൽ കൃഷി ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. കാർഷിക കൃഷിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. നമുക്കറിയാം, നല്ല വില കിട്ടും കഞ്ചാവ് എന്നുള്ളത് കൊണ്ട് നമ്മുടെ കൃഷിഭൂമിയിൽ ഏറ്റവും കൂടുതൽ വില എന്റെ ഭൂമിയാണ്, എനിക്കത് കൃഷി ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നില്ല. ഭക്ഷ്യസുരക്ഷ പ്രധാനമായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിലപാടാണ്. അതോടൊപ്പം തന്നെ കർഷകർക്ക് കൃഷി ചെയ്യാൻ സഹായകരമാകുന്ന രൂപത്തിൽ വായ്പ, സബ്സിഡി പോലെയുള്ളതും ഈ നിയമത്തിന്റെ ഭാഗമായി വന്നു. അതുകൂടാതെ ഭക്ഷ്യ സംഭരണം പോലുള്ള സംവിധാനം വന്നു. കാർഷിക ഉൽപ്പന്നങ്ങൾ സമാഹരിക്കാനും കർഷകർക്ക് അത് വിറ്റഴിക്കാനും കഴിയുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി. ഭക്ഷ്യസാധനങ്ങൾ സമാഹരിക്കാൻ വേണ്ടിയുള്ള നിലപാടുകൾ ഒരുക്കി. ഏതാണ്ട് 60 മുതൽ 70 വരെയാണ് ഈ ഒരു പ്രോസസ് ഉണ്ടായത്. ഹരിത വിപ്ലവം ഒരു പ്രത്യേക ഘട്ടത്തിൽ ഗോതമ്പ് ഏറ്റവും കൂടുതൽ 2 ലക്ഷം ടൺ ഗോതമ്പ് ഉത്പാദിപ്പിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കണം. അപ്പൊ സ്റ്റാമ്പ് ഇറക്കി ഇന്ദിരാഗാന്ധി. കാരണം 2 ലക്ഷം ടൺ ഗോതമ്പ് അധികമായി നമ്മൾ ഉത്പാദിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സ്റ്റാമ്പ് ഇറക്കി. കാരണം അത്ര കണ്ട് പട്ടിണിയും ദുരിതവും നമ്മുടെ രാജ്യത്ത് നിന്ന് മാറി എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ദശലക്ഷങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചിരുന്ന ഒരു ചരിത്രമുള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു. ഇപ്പോ ഈ 3 നിയമത്തിലൂടെയും ഇങ്ങനെ ഇന്ത്യയുടെ എന്തൊക്കെ പരിമിതി, ഭൂഷാ സർക്കാർ നടപ്പാക്കുന്ന പല നിയമങ്ങൾക്കും അതിൻ്റെതായ പരിമിതികൾ ഉണ്ടായി. ഈ പരിമിതിയിൽ കൂടി വെളിച്ചത്തിലാണ് ഇപ്പോൾ മോഡി സർക്കാർ പൊളിച്ചെഴുതാൻ പോകുന്ന APMC എന്ന് പറഞ്ഞ കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയുള്ള, ഇപ്പൊ നമ്മുടെ കേരളത്തിലില്ല, ബീഹാറിൽ ഒരു കാലത്ത് ഉണ്ടായിരുന്നു, ബീഹാറിൽ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. ഏതാണ്ട് 28,000-ഓളം മണ്ടികൾ എന്ന് പറയും നമ്മുടെ തൊട്ടടുത്ത കർണാടക അടക്കമുള്ള പ്രദേശങ്ങളിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ, ലേലം ചെയ്ത് വിറ്റഴിക്കാൻ കഴിയാവുന്ന ഗ്രാമീണ ചന്തകൾ. ഇതൊക്കെ നിലവിൽ വരുന്നത് നേരത്തെ പറഞ്ഞ ഈ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. ഈ നിയമനിർമ്മാണങ്ങളെ മുഴുവൻ തന്നെ പൊളിച്ചെഴുതുകയാണ്. ജൂൺ 3-ാം തീയതിയാണ് 3 ഓർഡിനൻസുകൾ, ഈ 3 നിയമങ്ങൾ ഇപ്പോൾ പാർലമെന്റ് പാസ്സാക്കിയിരിക്കുന്ന 3 ഓർഡിനൻസായി ജൂൺ 3-ാം തീയതിയാണ്. ഈ ഓർഡിനൻസുകൾ പുറത്തിറക്കുന്ന സമയത്ത് കേന്ദ്ര കൃഷികാര്യ മന്ത്രി മിസ്റ്റർ തോമർ പറഞ്ഞത് 1947-ൽ കിട്ടാതിരുന്ന സ്വാതന്ത്ര്യം കർഷകർക്ക് ഞങ്ങൾ കൊടുക്കുകയാണ്. 47 ഇന്ത്യൻ കർഷകർക്ക് കിട്ടാതിരുന്ന സ്വാതന്ത്ര്യം ഞങ്ങൾ ഇതാ കൊടുക്കുന്ന ഓർഡിനൻസുകളാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ജൂൺ 3-ാം തീയതി അദ്ദേഹം പറഞ്ഞത്. സെപ്റ്റംബർ 14-ാം തീയതിയാണ് ലോകസഭയിൽ ഈ ബില്ലുകൾ അവതരിപ്പിക്കുന്നത്. 17-ാം തീയതി പാസ്സായി. 14-ാം തീയതി അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ നിയമങ്ങളെയും പൊളിച്ചെഴുതുകയും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഫലപ്രദമായ രൂപത്തിൽ വില കിട്ടാവുന്ന കർഷകർക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടിയുള്ള ബില്ലുകളാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നാണ് പറഞ്ഞത്. 17-ാം തീയതി പാസ്സായി. ഭൂരിപക്ഷമുണ്ട് ലോക്സഭയിൽ. രാജ്യസഭയിൽ എന്ത് നടന്നുവെന്ന് സഖാവ് അമ്പാടി നേരത്തെ പറഞ്ഞു. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തു. സാധാരണ രൂപത്തിൽ ഏതെങ്കിലും ഒരു MP ഒരു ബില്ലിൽ തർക്കമുണ്ടെങ്കിൽ, എതിർപ്പുണ്ടെങ്കിൽ വോട്ട് ചെയ്യണം എന്ന് അവകാശപ്പെട്ട പാസ്സാകാൻ സാധ്യതയില്ലെങ്കിൽ പോലും വോട്ട് വേണം എന്ന് ഒരു MP ആവശ്യപ്പെട്ടാൽ പോലും ഇന്ത്യൻ പാർലമെന്ററി നിയമം അനുസരിച്ചുകൊണ്ട് വോട്ടിംഗ് അനുവദിക്കണം. പക്ഷേ അത് അനുവദിച്ചില്ല. അതിനെതിർത്ത രാജ്യസഭാ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി, ജനാധിപത്യത്തെ തന്നെ കശാപ്പ് ചെയ്യുന്ന നടപടിയിലൂടെയാണ് ഈ ബില്ലുകൾ പാസ്സാക്കിയത്. ഞാൻ ഈ ബില്ലിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് ഇതുമായി അനുകൂലമാകുന്ന ചില നിയമങ്ങൾ കൂടി പാസ്സാക്കിയെന്ന് ഞാൻ ആദ്യം പറയുന്നത്. അതിലൊന്ന് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് ആണ്. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 91 മുതൽ ബാങ്കിംഗ് റെഗുലേഷൻ, നരസിംഹം കമ്മിറ്റി റിപ്പോർട്ട് മുതൽ ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ പാസ്സാക്കി വന്നിട്ടുണ്ട്.
ഇപ്പോൾ പാസ്സാക്കിയിരിക്കുന്ന ഈ 3 ബില്ലുകൾക്ക് ശേഷം പാസ്സാക്കിയിരിക്കുന്ന ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പ്രധാനമായും നമ്മുടെ സഹകരണ മേഖലയെ തകർക്കുന്ന ഒന്നാണ്. അതും കാർഷിക മേഖലയുമായി പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. നമുക്കറിയാം, നമ്മുടെ കേരളം പോലുള്ള സ്ഥലത്ത് മുക്കിലും മൂലയിലും സഹകരണ ബാങ്കുകളുണ്ട്. ഈ ബാങ്കിംഗ് റെഗുലേഷൻ ആക്ടിന്റെ 12ാം വകുപ്പ് അനുസരിച്ച് നമുക്കൊരു സഹകരണ ബാങ്കിൽ ഓഹരി ഉണ്ട് എങ്കിൽ ആ ഓഹരി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ അടുത്ത വീട്ടിലെ ഏതെങ്കിലും ഒരു അനന്തരാവകാശികൾക്ക് കിട്ടും എന്നല്ലാതെ ആ ഓഹരി കച്ചവട സ്ഥാപനങ്ങളിൽ ഓഹരി വിൽക്കുന്നത് പോലെ വിൽക്കാനുള്ള അവകാശമില്ല. ഈ ബാങ്കിംഗ് റെഗുലേഷൻ ആക്ടിന്റെ 12ാം വകുപ്പ് അനുസരിച്ച് ഓഹരി ആർക്കു വേണമെങ്കിലും കൈമാറ്റം ചെയ്യപ്പെടാം. സഹകരണ ബാങ്കുകളുടെ പൂർണ്ണമായ നിയന്ത്രണം കേന്ദ്ര സർക്കാരിൽ അതിന്റെ സെക്ഷൻ 4 ഉപവകുപ്പ് ഉപവകുപ്പ് അനുസരിച്ച് ഏത് ചെയർമാനെയോ അല്ലെങ്കിൽ ഏത് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റിനെയോ മാറ്റാനുള്ള അധികാരമടക്കം കൊടുക്കുന്ന പൂർണ്ണമായ സഹകരണ മേഖലയെ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ പിടിച്ച് ഒതുക്കുന്ന അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. കർഷകരെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായി ബാധിക്കാൻ പോകുന്ന ഒന്നാണ്. ലക്ഷക്കണക്കിന് കോടി രൂപ ആസ്തിയുണ്ട് സഹകരണ മേഖലയിൽ. വൈദ്യനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു കമ്മീഷൻ റിപ്പോർട്ട് മുൻപ് ഈ സഹകരണ മേഖലയിലെ കോടിക്കണക്കിന് രൂപ കവർന്നെടുക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിരുന്നു. അത് വലിയ ശക്തമായ എതിർപ്പിന്റെ ഭാഗമായി അന്നത് നടന്നില്ല. ഇപ്പോ ഈ ബില്ലിലൂടെ അത് സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. മറ്റൊന്ന്, ഇതിനു മുൻപ് 1873 കൃഷിഭൂമി ബ്രിട്ടീഷുകാരുടെ കാലത്ത് പാസാക്കിയ കൃഷിഭൂമി ഏറ്റെടുക്കൽ നിയമം 2013 മൻമോഹൻ സിംഗിന്റെ സർക്കാരിന്റെ കാലത്ത് അത് ലോക്സഭ പാസാക്കി. രാജ്യസഭയിൽ അതിന് ഭൂരിപക്ഷം കിട്ടിയില്ല, അത് അവിടെ നിന്ന് കിടന്നു. ഭൂമി ഏറ്റെടുക്കൽ നിയമവും ഇതിനു മുൻപ് പാസാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, ഇപ്പൊ നമുക്കറിയാം, കൃഷി ചെയ്യുമ്പോൾ കർഷകർക്ക് കറണ്ടിന് സബ്സിഡി ഉണ്ട്, വെള്ളത്തിന് സബ്സിഡി ഉണ്ട്. ഇതെല്ലാം എടുത്തു കളയുന്ന രൂപത്തിൽ ഇലക്ട്രിസിറ്റി ബില്ല് ഒരുപാട് പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്ന ഒന്നാണ്. സംസ്ഥാന KSEB പോലുള്ള സംസ്ഥാനങ്ങളുടെ എല്ലാ തരത്തിലുള്ള റൈറ്റും പോകും. ഞാൻ ആ വശങ്ങളിലേക്ക് കടക്കുന്നില്ല. അത് പൂർണ്ണമായി കേന്ദ്രത്തിന്റെ കൈകളിലേക്ക് പോകുന്ന രൂപത്തിലാണ്. കർഷകരെ സംബന്ധിച്ചിടത്തോളം സബ്സിഡി ഇനത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതി കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഇതിനെ പൂർണ്ണമായി നിരാകരിക്കുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന തരത്തിൽ ഇലക്ട്രിസിറ്റി ബില്ലിന്റെ ഭാഗമായും ഈ ബില്ല് വരുന്നുണ്ട്. അപ്പൊ ഇത് ഈ 3-4 ബില്ലുകൾ കൂടി കാർഷിക മേഖലയ്ക്ക് മരണവാറണ്ട് തീർക്കുന്ന ഈ 3 പ്രധാനപ്പെട്ട നിയമത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇത് കൂടി പരസ്പര ബന്ധിതമാണ് എന്ന് കൂടി മനസ്സിലാക്കുമ്പോഴാണ് എത്ര കണ്ട് പ്രഖരമാണ് നമ്മുടെ രാജ്യത്തിന് മോഡി സർക്കാർ ഈ നിയമത്തിലൂടെ നടപ്പാക്കാൻ പോകുന്നത് എന്നാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വ്യാപാരവും വാണിജ്യവും അതിന്റെ പ്രോത്സാഹനവുമായി ബന്ധപ്പെട്ട ബില്ലാണ്. മറ്റൊന്ന് കാർഷിക ശാക്തീകരണ ബില്ലാണ്. വേറൊന്ന് അവശ്യ വസ്തു നിയമമാണ്. ഈ മൂന്നെണ്ണമാണ് ഇപ്പൊ പാസ്സാക്കിയിരിക്കുന്നത്. ഈ ഓരോന്നെടുത്ത് പരിശോധിച്ചാലും നേരത്തെ പറഞ്ഞല്ലോ, കർഷകനെ ഇടനിലക്കാർ ചൂഷണം ചെയ്യുന്നതിൽ ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്ന് കർഷകരെ സ്വാതന്ത്ര്യം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ബില്ല്. ഇടനിലക്കാരെന്ന് പറയുന്നത് ഏതാണ്? കർഷക സമിതികൾ. ആ കർഷക സമിതികളുടെ ഭാഗമായി 496 ചതുരശ്ര കിലോമീറ്ററിനുള്ളിലാണ് ഇന്ത്യയിൽ ഒരു മണ്ഡി ഉള്ളത്. 2014 തന്നെ കൃഷികാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പാർലമെന്ററി സമിതി ഇടത്തരക്കാരുടെ ചൂഷണം ഈ മേഖലയിലുണ്ട്, അത് മാറ്റണം. അത് മാറ്റുമ്പോൾ 80 കിലോമീറ്ററിനുള്ളിലെങ്കിലും ഒരു മണ്ഡികൾ സ്ഥാപിക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ വന്നത് ഓരോ പഞ്ചായത്തിലും ഒരു മണ്ഡി വരണം എന്നാണ്. BJPയുടെ കഴിഞ്ഞ 2 ബജറ്റിൽ 22,000-ഓളം പുതിയ മണ്ഡികൾ തുടങ്ങും എന്നതിനെ കുറിച്ച് അവർ പ്രഖ്യാപനം നടത്തി. ഈ മണ്ഡികൾ ഇപ്പൊ നമുക്കറിയാം, ഏത് നിയമം പാസ്സാക്കുമ്പോഴും അഴിമതി, കെടുകാര്യസ്ഥത ഒക്കെയുണ്ട്. മണ്ഡികളിൽ ലൈസൻസ് കൊടുക്കുന്നവരാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ അവിടെ കൊണ്ടുവരുമ്പോൾ ഈ കർഷക സമിതികൾ കൊടുക്കുന്ന ലൈസൻസ് കൊടുക്കുന്ന ആളുകളാണ് അവിടെ ലേലത്തിന് അധികാരമുള്ളത്. ഇങ്ങനെയുള്ളപ്പോൾ ഈ ലേലം ചെയ്യാൻ അവകാശമുള്ള ലൈസൻസുകൾ പരസ്പരം ഒന്നിച്ച് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കുറയ്ക്കുന്നത് അടക്കമുള്ള പല പരിപാടികളുണ്ട്. തലവേദന വന്നാൽ നമ്മൾ ആരും തല വെട്ടിക്കളയാറില്ല, അതിന് ചികിത്സിക്കാറുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള കെടുകാര്യസ്ഥതയും അഴിമതിയും ഒക്കെ ഇത്തരം മേഖലകളിൽ, എല്ലാ മേഖലകളിലും ഉള്ളതുപോലെ ഈ മേഖലയിലും ഉണ്ട്. പാർലമെന്ററി സമിതിയും അതുപോലെ തന്നെ നാഷണൽ ഫാർമേഴ്സ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു സമിതിയൊക്കെ പറഞ്ഞ് മണ്ഡികളെ ശക്തിപ്പെടുത്തണമെന്നാണ് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം കൊടുത്തത്. ഈ ഇപ്പോഴുള്ള പലതരത്തിലുള്ള പരിമിതികൾ മറികടക്കുന്ന രൂപത്തിൽ മണ്ഡികളെ ശക്തിപ്പെടുത്തണം. ഇനി മണ്ഡികളെ ശക്തിപ്പെടുത്തിയെങ്കിൽ പോലും 6% മണ്ഡികളിൽ കർഷക ഉൽപ്പന്നങ്ങളുടെ കച്ചവടം നടക്കുന്നത്. കാരണം
ഈ 496 കിലോമീറ്ററിനുള്ളിലാണ്. അപ്പൊ അതിനെക്കുറിച്ച് തന്നെ ഈ ഇത്തരത്തിലുള്ള സമിതികളൊക്കെ നാഷണൽ ഫാർമേഴ്സ് കമ്മിറ്റിയും അതേപോലെ തന്നെ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, സർക്കാരിന്റെ നയങ്ങളെ കുറിച്ച് കർഷകർക്കുള്ള അറിവില്ലായ്മ. രണ്ടാമത്തെ പ്രശ്നം, കാർഷികോൽപ്പന്നങ്ങൾ ഇത്രയും അകലെ കൊണ്ടുവന്ന് വിൽക്കാനുള്ള പരിമിതി. ഈ രണ്ട് കാരണങ്ങളെ കൊണ്ട് തന്നെ മണ്ഡികളിലെ കർഷകർക്ക് കിട്ടുന്ന അവകാശങ്ങൾ വളരെ വിദൂരമായ സ്ഥലങ്ങളിൽ പോയിട്ട് വിൽപ്പന നടത്താൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാകുന്നു. 6% കാർഷിക ഉൽപ്പന്നങ്ങളുടെ, അത് പ്രത്യേകിച്ച് ഇപ്പോ വലിയ പ്രക്ഷോഭം നടക്കുന്ന പഞ്ചാബ്, ഹരിയാന, പശ്ചിമ UP ഈ പോലുള്ള പ്രദേശങ്ങളിലാണ്. മറ്റു പ്രദേശങ്ങളിലൊക്കെ ഇതിന്റെ പരിമിതിയുണ്ട്. അപ്പൊ ആ പരിമിതി മറികടന്നുകൊണ്ടാണ് ഓരോ പഞ്ചായത്തിലും ഒരു മണ്ഡികൾ വേണം, 22,000 എങ്കിലും പുതുതായി തുടങ്ങണം എന്ന് പറയുന്ന ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെ മുന്നിലുണ്ട്. ഇനി ഈ ബില്ല് വരുന്നതിന് മുൻപ്, ഈ നയം വരുന്നതിന് മുൻപ്, അതിന് തൊട്ട് മുൻപുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. 2017 മോഡൽ APMC കോൺട്രാക്ട് ഫാമിംഗ് ആക്ട് എന്ന് പറയുന്ന പേരിൽ കേന്ദ്ര സർക്കാർ ഒരു ബില്ല് തയ്യാറാക്കുകയും സംസ്ഥാന സർക്കാരുകളുടെ പരിഗണനയ്ക്കായി അത് വിതരണം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അതൊന്നും പിന്നെ പരിഗണനയ്ക്കെടുത്തില്ല എന്നത് അവിടെ നിൽക്കട്ടെ. ഈ 2017 വിതരണം ചെയ്ത് സംസ്ഥാന സർക്കാരുകൾ എന്തൊക്കെ നിർദ്ദേശങ്ങൾ കൊടുത്തു, ആ നിർദ്ദേശങ്ങൾ ഏതെങ്കിലും പരിഗണിച്ചോ എന്ന് ചോദിച്ചാൽ ഒന്നും പരിഗണിച്ചിട്ടില്ല. അതിനുശേഷം 2019 BJPയുടെ ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയും BJPയുടെ തലമുതിർന്ന നേതാക്കളിൽ ഒരാളുമായ ശാന്തകുമാർ അധ്യക്ഷനായ ഒരു കമ്മിറ്റിയെ നിയമിച്ചു. കാർഷിക ഉൽപ്പന്നങ്ങളുടെ മേഖലകളിലേക്ക് സ്വകാര്യ മൂലധനം കൊണ്ടുവരുന്നതിന് ഉതകുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നതായിരുന്നു ആ കമ്മിറ്റിക്ക് കൊടുത്തിരുന്ന നിർദ്ദേശങ്ങൾ. ശാന്തകുമാർ കമ്മിറ്റി കൊടുത്ത നിർദ്ദേശങ്ങൾ FCI, നബാർഡ് പോലുള്ള ഭക്ഷ്യ സംഭരണ ശൃംഖലകൾ അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളൊന്നും വേണ്ട, സബ്സിഡി പോലുള്ള സംവിധാനങ്ങളൊന്നും വേണ്ട. ഈ നിർദ്ദേശം എന്ന് പറയുന്നത് ശാന്തകുമാർ സ്വന്തം കണ്ടെത്തിയതല്ല, WTOയുടെ നിർദ്ദേശങ്ങളാണ്. WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ ശാന്തകുമാർ കമ്മിറ്റി റിപ്പോർട്ടായി മോഡി സർക്കാരിന്റെ കീഴിൽ വന്നു. ആ മോഡി സർക്കാരിന്റെ കീഴിൽ വരികയും അതിനനുസരിച്ചിട്ടുള്ള നിയമനിർമ്മാണമാണ്. ഇപ്പൊ കർഷകരുടെ വലിയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നപ്പോ മോഡി അതുപോലെ കൃഷിമന്ത്രിയും പറഞ്ഞു, ഇല്ല, ഞങ്ങൾ താങ്ങുവിലയൊന്നും കുറയ്ക്കില്ല, ഞങ്ങൾ താങ്ങുവിലയോ FCI ഗോഡൌണുകൾ ഒന്നും തന്നെ കൂട്ടാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇടതുപക്ഷക്കാരുടെ വിമർശനം പോട്ടെ, RSSന്റെ നേതൃത്വത്തിലുള്ള ഭാരതീയ കിസാൻ മോർച്ച എന്ന് പറയുന്ന RSSന്റെ ഒരു കർഷക സംഘടനയുണ്ട്. അതിന്റെ ജനറൽ സെക്രട്ടറി ബദ്രി നാരായൺ ചൗധരി എന്ന അദ്ദേഹത്തിന്റെ പേര്. ബദ്രി നാരായണൻ ചൗധരി ഇന്ത്യ ടുഡേക്ക് കഴിഞ്ഞ സെപ്റ്റംബർ 19 കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, താങ്ങുവില ഞങ്ങൾ കൊടുക്കും എന്ന് പറഞ്ഞാൽ ഈ 3 ബില്ലിലും എന്തുകൊണ്ടാണ് താങ്ങുവില ഞങ്ങൾ നൽകും എന്ന് പറയാത്തത്? FCI ഗോഡൌണുകൾ അതുപോലെ നബാർഡ് പോലുള്ള ഭക്ഷ്യ സംഭരണ മേഖല ഇതില്ലായ്മ ചെയ്യുന്നതിന് അത് ഞങ്ങൾ സംരക്ഷണം കൊടുക്കും എന്ന് ഈ ബില്ലുകളിൽ ഇല്ലാത്തതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചത് RSSകാരുടെ തലമുതിർന്ന നേതാക്കന്മാരിൽ ഒരാളും അവരുടെ കിസാൻ സംഘടനയുടെ നേതാവുമായിരിക്കുന്ന ബദ്രി നാരായണ ചൗധരിയുടെ ചോദ്യം തന്നെയാണ് വന്നിരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ ഒക്കെ രാഷ്ട്രീയ വിമർശനമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തള്ളാം. പക്ഷെ RSSകാരായിട്ടുള്ള ആളുകൾ തന്നെ ചോദിക്കുന്ന ചോദ്യത്തിന് മോഡിയോ കൃഷിമന്ത്രി തോമറോ അതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ 3 ബില്ല് അരിച്ചു പെറുക്കി പരിശോധിച്ചാലും അതിൽ താങ്ങുവിലയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഭക്ഷ്യ സമാഹരണത്തെ കുറിച്ചോ പറയുന്നില്ല. നമ്മളൊന്നും മനസ്സിലാക്കണം, FCI ഗോഡൌണുകൾ മുഴുവൻ തന്നെ പതുക്കെ റിലയൻസിനെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. റിലയൻസിന് കൈമാറുന്ന കാരണം പറയുന്നത് 60,000 കോടി രൂപ നഷ്ടത്തിലാണ് FCI. FCIക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ട സബ്സിഡി 70,000 കോടിയിലധികമാണ്. ഭക്ഷ്യം സാധനങ്ങൾ സംഭരിച്ചു വെക്കുന്നതിനുള്ള FCI ഗോഡൌണുകൾക്ക് സർക്കാർ കൊടുക്കേണ്ടത് 70,000 കോടിയിലധികമാണ്. 60,000 കോടി നഷ്ടമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭക്ഷ്യ സാധനങ്ങൾ സമാഹരിച്ചു വെക്കേണ്ട FCI ഗോഡൌണുകൾ മുഴുവൻ തന്നെ അദാനിക്കും അംബാനിക്കും തീരെഴുതി കൊടുത്തുകൊണ്ടിരിക്കും. കുറേയൊക്കെ കൊടുത്തു കഴിഞ്ഞു. പലതും ഈ ബില്ലൊക്കെ വരുന്നതിന് മുൻപ് പല പ്രദേശത്തെ FCI ഗോഡൌണുകളൊക്കെ തന്നെ ഇപ്പോ ഇത്തരത്തിലുള്ള അദാനിയുടെയും അംബാനിയുടെയും കുത്തക അവരുടെ കൈവശമാണ് എന്ന് നാം അറിയണം. അപ്പൊ സ്വാഭാവികമായി എന്താണ്
ഇതിനെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം എന്ന് നമ്മൾ അറിയാം. അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ രാജ്യത്ത് ഇപ്പൊ നടക്കുന്ന വ്യാപാരത്തിൽ 32% കാർഷിക ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട വ്യാപാരം. 32% എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 62 ലക്ഷം കോടിയുടെ വ്യാപാരമാണ് ഒരു വർഷം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇപ്പൊ ബിഗ് ബസാറും അതേപോലെ തന്നെ റിലയൻസ് ഫ്രഷ് പോലുള്ള ചില സ്ഥാപനങ്ങൾ വന്നെങ്കിൽ പോലും അതിന്റെ 0.5% പോലും നമ്മുടെ ഇപ്പോ ഇന്ത്യയിൽ ഭക്ഷ്യ വിപണന മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് കടന്നു ചെല്ലാൻ പറ്റിയിട്ടില്ല. ഒരു വർഷം ഈ 62 ലക്ഷം കോടിയുടെ ഭക്ഷ്യ വിപണന മാർക്കറ്റ് ഈ ബഹുരാഷ്ട്ര കുത്തകൾക്കും നാടൻ കുത്തകൾക്കും പതിച്ചു കൊടുക്കണം. പതിച്ചു കൊടുക്കുമ്പോൾ വെറുതെ പതിച്ചു കിട്ടുന്നില്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കണ്ടേ, കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ കോർപ്പറേറ്റുകൾ കൊടുത്ത, രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്ത ഫണ്ട് 2818.05 കോടിയാണ്. ആ 2818.05 കോടിയിൽ 82% വരുന്ന 2319.48 കോടിയും കിട്ടിയിരിക്കുന്നത് BJPക്ക് മാത്രമാണ്. വെറും 376 കോടി മാത്രമാണ്, 376.02 കോടി മാത്രമാണ് കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നത്. 82% BJPക്കാണ്. BJPയുടെ സ്വത്ത് കഴിഞ്ഞ 1 വർഷം കൊണ്ട് തന്നെ ഭീമമായ രൂപത്തിൽ വർദ്ധിപ്പിച്ചു, അവരുടെ പാർട്ടി സ്വത്ത് തന്നെ. അപ്പൊ ഈ കാർഷിക വിപണന മേഖലകളിലേക്ക് കടന്നു വരുന്ന ആരൊക്കെയാണ്? അദാനി, വിൽമർ, ITC, വാൾമാർട്ട്. വാൾമാർട്ടിന്റെ മേധാവി ജോൺ മാർജർ. ആ ജോൺ മാർജർ വളരെ മുൻപേ പറഞ്ഞു, ഞങ്ങള് ഇന്ത്യയുടെ ഈ കാർഷിക വിപണി മാത്രമല്ല, ലക്ഷക്കണക്കിന് ആളുകളുള്ള, കൃഷി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ റീറ്റെയിൽ വ്യാപാരം. ആ റീറ്റെയിൽ വ്യാപാര രംഗത്തേക്ക് FDI 100% FDI അനുവദിച്ചു. ആ FDI അനുവദിക്കുമ്പോഴും പൂർണ്ണമായും കൊണ്ട് കടന്നു വന്നിട്ടില്ല. ആ കടന്നു വരുന്നതിനെയാണ് ജോൺ മാർജർ എന്ന് പറയുന്ന ഈ വാൾമാർട്ടിന്റെ മേധാവി പറഞ്ഞത്, ഞങ്ങൾ ക്രിസ്തു പറഞ്ഞ പോലെ ഞങ്ങൾ മുട്ടിക്കൊണ്ടേയിരിക്കും എന്നാണ്. ഇന്ത്യയുടെ വ്യാപാരത്തിന്റെ വാതിൽ ഞങ്ങൾ മുട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇവരാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത്. അദാനി വിൽമർ എന്ന് പറയുന്ന അന്താരാഷ്ട്ര സ്ഥാപനത്തെ അദാനിയുടെ കൈവശമാക്കി കഴിഞ്ഞു. ഇപ്പൊ അദാനി വിൽമർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ITC, വാൾമാർട്ടും പോലുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും റിലയൻസ് ഫ്രഷ് പോലുള്ള, അതേപോലെ തന്നെ അദാനിയുടെ അഗ്രി ലോജിസ്റ്റിക് പോലുള്ള സ്ഥാപനങ്ങൾ. അതുകൊണ്ടാണ് പഞ്ചാബിലെ കർഷകർ ഇപ്പോൾ അവരവരുടെ ആഭ്യന്തര ശത്രുവിനെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. പഞ്ചാബിലെ കർഷകർ എന്താ ചെയ്യുന്നത്? റിലയൻസിന്റെ ഫ്രഷിനും അതുപോലെ തന്നെ അവരുടെ പെട്രോളിയം പമ്പുകൾക്കെതിരായി ഉപരോധം സൃഷ്ടിച്ചിരിക്കുകയാണ്. പ്രക്ഷോഭം അവിടേക്ക് കൂടി കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാത്രമല്ല, റെയിൽവേ ലോകവും മാത്രമല്ല നടക്കുന്നത്, രാസ്താ ലോകവും മാത്രമല്ല നടത്തുന്നത്. ഈ സ്ഥാപനങ്ങൾ, അതുപോലെ അവരുടെ ജിയോ, ആ ജിയോ കർഷകരാരും എടുക്കരുത്, അതിന്റെ കണക്ഷനൊക്കെ എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രക്ഷോഭം കൂടിയാണ് നടക്കുന്നത്. അഗ്രി ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന അദാനിയുടെ, ഈ അദാനി എന്ന് പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. മോഡിക്കൊപ്പം വളരുന്നവരെയൊക്കെ, മോഡിക്കൊപ്പം 1983 ബോംബെയിലേക്ക് കള്ളവണ്ടി കയറി ഡിഗ്രി പോലും പാസ്സാകാതെ വന്ന ഒരു RSSകാരൻ എന്ന് പറയുന്ന ഒരാളാണ് ഈ ഗൗതം അദാനി. ആ ഗൗതം അദാനി ബോംബെയിൽ വന്ന് കല്ലര തൊഴിലാളി, പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ കല്ലര ഉണ്ടായിരുന്നു. ഈ ഒരു കല്ലര കിർലോസ്കർ എന്ന് പറഞ്ഞ വലിയ മുതലാളിയല്ല കേട്ടോ, കിർലോസ്കർ എന്ന് പറയുന്ന ഒരു കല്ലര കമ്പനിയിൽ കല്ലര തൊഴിലാളിയായിരുന്നു. 5000 രൂപ വെച്ച് 88 ഒരു അദാനി എന്റർപ്രൈസസ് 88 തുടങ്ങി. പിന്നെ BJP കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം തിരിച്ചങ്ങോട്ട് പോയി 10,000 ഏക്കർ ഭൂമി നിസാര വിലയ്ക്ക് അങ്ങ് കൊടുത്തു. നിസാര വിലയ്ക്ക് കൊടുക്കുകയും ഇപ്പോ ഇന്ത്യയിലെ 2ാമത്തെ പണക്കാരനായി ഗൗതം അദാനി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയാണ് ഈ വളർച്ച. കഴിഞ്ഞ RSSന്റെ വാർഷിക സമ്മേളനം, സാധാരണ RSSന്റെ വാർഷിക സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനത്തിൽ RSSന്റെ ആളുകൾ മാത്രമേ സംസാരിക്കാറ്. കഴിഞ്ഞ വർഷം വിജയദശമി ദിനത്തിൽ ഒരു ശിവനാട എന്ന് പറയുന്ന ഒരാൾ 1 മണിക്കൂർ RSSന്റെ അഖിലേന്ത്യാ ബൗദ്ധിക് അതിലെ സമ്മേളനത്തിൽ 1 മണിക്കൂർ പാസ്സാക്കി. ഇപ്പൊ ആ ശിവനാട ഇന്ത്യയിലെ 3ാമത്തെ സമ്പന്നനായി മാറി. മുകേഷ് അംബാനിക്കും അതുപോലെ തന്നെ ഗൗതം അദാനിക്ക് ശേഷം 3ാമത്തെ സമ്പന്നനായി ഇദ്ദേഹം ഈ ശിവനാട എന്ന് പറയുന്ന ഒരാളും നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കാണേണ്ടത് ഈ മേഖലകളിലേക്ക് കുത്തകകളെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റായിരുന്ന രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ മണ്ണിന്റെ, ഇന്ത്യയുടെ ജൈവ വൈവിധ്യത്തെ കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ്.
39.2 കോടി ഹെക്ടർ ഭൂമിയാണ് ഇന്ത്യയുടെ വിസ്താരം എന്ന് പറയുന്നത്. ഈ 39.2 കോടി ഹെക്ടറിൽ 16.6 കോടി ഹെക്ടർ ഭൂമി കൃഷിയോഗ്യമായ ഭൂമിയാണ്. ലോകത്ത് മുഴുവൻ ഭൂമിയുണ്ട്, പക്ഷെ കൃഷിയോഗ്യമായ ഭൂമി എന്ന് പറയുന്നത് ഇന്ത്യയിലും ഉത്തരാഫ്രിക്കയിലും ദക്ഷിണ അമേരിക്കയിലുമാണ്. പ്രധാനമായി കൃഷിയോഗ്യമായ ഭൂമി യൂറോപ്പിലോ അമേരിക്കയിലോ മറ്റു പല പ്രദേശങ്ങളിലും കൃഷിയോഗ്യമായ ഭൂമി വളരെ കുറവാണ്. ഈ ഭൂമിയിൽ ഈ 3 പ്രദേശങ്ങളിലാണ് ഏറ്റവും. അതുകൊണ്ടാണ് ഉത്തരാഫ്രിക്കയിലാണ് നമ്മുടെ റിലയൻസുകാരനൊക്കെ തന്നെ പലതരത്തിലുള്ള ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി വാങ്ങിച്ചുകൊണ്ട് അവരുടെ കാർഷിക മേഖലയുടെ പല പ്രശ്നങ്ങളൊക്കെ തന്നെ ഉത്തരാഫ്രിക്കയിലേക്ക് ചേർക്കുകയാണ്. ലോകത്തെ പ്രധാനപ്പെട്ട അഗ്രി ബിസിനസ് കുത്തകകൾ. എന്തുകൊണ്ടാണ് ഉത്തരാഫ്രിക്കയിലേക്ക് അവരുടെ കയറി പോകുന്നത് എന്ന് ചോദിച്ചാൽ ഇതിന്റെ കാരണം ഇതാണ്. അപ്പൊ ഈ 16.6 കോടി ജൈവ വൈവിധ്യമുള്ള ഏറ്റവും വളക്കൂറുള്ള നമ്മുടെ മണ്ണ്, ഈ മണ്ണിനെ കുറിച്ചാണ് രാജേന്ദ്ര പ്രസാദ് പറഞ്ഞത്, ഇന്ത്യൻ മണ്ണിൽ ഇല്ലാത്ത ധാതു ലവണങ്ങളില്ല, നമ്മുടെ വനാന്തരങ്ങളിലില്ലാത്ത പക്ഷി മൃഗാദികളില്ല, വൃക്ഷലതാദികളില്ല. അത്ര കണ്ട് സമ്പന്നമായ ഈ കൃഷിഭൂമിയിലേക്ക് അഗ്രി ബിസിനസ് കുത്തകളുടെ കണ്ണിങ്ങോട്ട് വന്നിട്ട് കാലം കുറയായി. 94 ഏപ്രിൽ 15 ഒപ്പിട്ട ഘാട്ടുകരാറിൽ പ്രൊഡ്യൂസർ റിട്ടയർമെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒന്നുണ്ടായിരുന്നു. പ്രൊഡ്യൂസർ റിട്ടയർമെന്റ് പ്രോഗ്രാം, ഉൽപാദകനെ മണ്ണിൽ നിന്ന് ആട്ടിപ്പായിക്കുക. അന്നത് അവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഓരോ സന്ദർഭവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം 47 മുതൽ ഇന്ത്യ സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ ഭക്ഷ്യസുരക്ഷയ്ക്കായി കരുപിടിപ്പിച്ചിരുന്ന നിയമങ്ങൾ, ഈ നിയമങ്ങളുടെ പൊളിച്ചെടുത്ത് ആരംഭിക്കുന്നത് 93-ലാണ് കാർഷിക മേഖലയിൽ. 91 ജൂൺ 24-ാം തീയതിയാണ് മൻമോഹൻ സിംഗിന്റെ ആദ്യത്തെ ബജറ്റ് നെഹ്റുവിയൻ പോളിസികളിൽ നിന്നുള്ള വ്യതിചലനവുമായി ബന്ധപ്പെട്ട് ആഗോളവൽക്കരണത്തിന് അനുസൃതമായ നയസമീപനങ്ങൾ ആരംഭിക്കുന്നത്. ആദ്യത്തെ മൻമോഹൻ സിംഗിന്റെ ബജറ്റോട് കൂടിയാണ്. കാർഷിക മേഖലയുടെ പരിഷ്കാരം വരുന്നത് 93-ലാണ്. കാർഷിക മേഖലയ്ക്ക് ഒരു പദ്ധതി കൊണ്ടുവരുന്നു. ഈ പദ്ധതി വിനാശകരമായ രൂപത്തിലേക്കുള്ള ഒരു നടപടികൾ പിന്നെ വരുന്നത് 98 ഡിസംബർ 28-ാം തീയതി അന്നത്തെ വാജ്പേയി സർക്കാർ ആരും അറിയാതെ അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഒരു കരാറാണ്. ആരും പറഞ്ഞില്ല, ഇന്ത്യൻ സർക്കാർ നമ്മളോട് ആരും പറഞ്ഞില്ല. അത് പുറത്തുവിട്ടത് ബ്രഷൻസ്കി എന്ന് പറയുന്ന അമേരിക്കയിലെ വാണിജ്യ ഉദ്യോഗസ്ഥനാണ്. ഞങ്ങൾ വലിയ കരാർ ഇന്ത്യയിൽ നേടിയിരിക്കുന്നു. 1421 ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി തിരുവയുണ്ടായിരുന്നത് വേണ്ട എന്ന് വെച്ചു ഇന്ത്യയുടെ സ്പെഷ്യൽ സെക്രട്ടറി NN ഗന്നയും അതേപോലെ തന്നെ WTOയുടെ സുഡാജ് GS മാൻ എന്ന് പറയുന്ന 2 ആള് കൂടി 99 ഡിസംബർ 28-ാം തീയതി അവിടെ വെച്ച് കരാർ ഒപ്പിട്ടു. ആ കരാർ ഒപ്പിട്ടതോടുകൂടി 1421 ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ നമ്മുടെ കർഷകന്റെ നാട്ടിൽ റബ്ബർ ബാൻഡ് വരെ കാർഷികർക്ക് ഇറക്കുമതി ചെയ്യാൻ, അരിപ്പൊടി മുതൽ മുളകുപൊടി വരെ എല്ലാ സാധനങ്ങളും ഒരു 10 പൈസ കൊടുക്കാതെ ഇറക്കുമതി ഇല്ലാതെ ഇറക്കാനുള്ള രാജ്യദ്രോഹ പ്രവർത്തനം അന്ന് വാജ്പേയി സർക്കാരിന്റെ സ്പെഷ്യൽ സെക്രട്ടറി NN ഗന്നയും WTOവിന്റെ സുഡാജ് GS മാനും കൂടി അവിടെ കരാർ ഒപ്പുവെച്ചു. ഇന്ത്യൻ സർക്കാർ നമ്മളോട് പറഞ്ഞില്ല, ആരും നമ്മളോട് പറഞ്ഞില്ല. അമേരിക്കക്കാരൻ മാത്രം ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾക്ക് വലിയ ഒരു നേട്ടം ഉണ്ടായിരിക്കുന്നു എന്ന് ബ്രഷൻസി ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോഴാണ് അതിന്റെ ഔട്ട്ലുക്ക് ഇതിന്റെ വിവരങ്ങൾ അടങ്ങുന്ന ഒരു കാര്യം പുറത്തു വന്നത്. പിന്നീട് 2000-ൽ വീണ്ടും വാജ്പേയി സർക്കാർ അവരുടെ ദേശീയ കാർഷിക നയം എന്ന് പറയുന്ന ഒരു നയം പ്രഖ്യാപിച്ചു. ഈ മേഖലയാണ്, ഇതുമായി ബന്ധപ്പെട്ടാണ് കാർഷിക മേഖലയ്ക്കുണ്ടായ വിനാശം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം 2016 മുതൽ മോഡി സർക്കാർ കർഷകരുടെ ആത്മഹത്യയുടെ കണക്ക് പുറത്തുവിടുന്നില്ല. 7 വർഷത്തിനുള്ളിൽ 60,000 കർഷകർ ആത്മഹത്യ ചെയ്തു. 60,000 കർഷകർ ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ വർഷം മാത്രം 10,281 കർഷകർ ആത്മഹത്യ ചെയ്തു ഇന്ത്യ രാജ്യത്ത്. 2020 എത്തുമ്പോഴേക്കും കർഷകന്റെ വരുമാനം ഇരട്ടിയാക്കും എന്ന് പറഞ്ഞവരാണ്. കർഷകന്റെ ഉൽപാദനം അല്ലെങ്കിൽ വരുമാനം ഇരട്ടിയാക്കും 2020 എത്തുമ്പോൾ എന്ന് പറഞ്ഞവർ കഴിഞ്ഞ വർഷം മാത്രം 10,281 കർഷകന്റെ ആത്മഹത്യ നമ്മൾ കണ്ടു. കർഷകരെ ഒരുപാട് ആത്മഹത്യ ചെയ്യാറുണ്ട്. നമ്മുടെ കർഷക ഭാരതം എന്ന് പറയുന്ന ഒരു കൃതിയിൽ മുക്താർ സിംഗ് എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. കർഷകർ ജീവിക്കുന്നത് ജനിച്ചു പോയതുകൊണ്ടാണ്. കർഷകർ ജീവിക്കുന്നത് ജനിച്ചു പോയതുകൊണ്ടാണ്. കർഷകർ മരിക്കുന്നത് ജീവിക്കാനാവാത്തത് കൊണ്ടാണ്. ഇത് ഇന്നും ഈ മേഖല ഇതുമായി ബന്ധപ്പെട്ടാണ്. ഇനി കാർഷിക ഉൽപ്പന്നങ്ങളുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ട നിയമമൊക്കെ വരുന്നത് 1787 ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. മാഞ്ചസ്റ്ററിലെ തുണിമിൽ
ആ തുണിമണിയിൽ ഇന്ത്യയിലെ ഡക്കാൻ പീഠഭൂമിയിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന പരുത്തി വില കുറഞ്ഞ രൂപത്തിൽ കിട്ടണം. ലോകത്തിലെ ഏറ്റവും വിശോത്തരമായ ഒരു ചെറിയ കുഴലിൽ പോലും ഒരു പട്ടുസാരി ഒളിപ്പിച്ച് വെക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഡക്കാ മസ്ലിൻ നെയ്തെടുത്തിരുന്ന കഷ നെയ്ത്തുകാരന്റെ പെരുവിരൽ ഒരു ഭാഗത്ത് അറുത്തു മാറ്റുകയും മറുഭാഗത്ത് ടെറർ കോട്ടൺ മാർക്കറ്റിംഗ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം 1887 അവർ പാസാക്കുകയും ഡക്കാൻ പീഠഭൂമിയിൽ നിന്നുള്ള ഹൈദരാബാദ് പ്രവിശ്യപ്പെട്ടതാണ്. ആ പ്രദേശത്തു നിന്നുള്ള പരുത്തി നിസാര വിലയ്ക്ക് മാഞ്ചസ്റ്ററിലേക്ക് കയറ്റുമതി ചെയ്യാൻ വേണ്ടിയുള്ള നിയമനിർമ്മാണം വന്നു. അതിനുശേഷമാണ് കഴ്സൺ പ്രഭു വന്നു കഴിഞ്ഞപ്പോഴേക്കും പട്ടിണി വ്യാപകമായി. 1901 എത്തുമ്പോഴേക്കും ഇന്ത്യയിൽ വലിയ തോതിൽ പട്ടിണി വന്നു കഴിഞ്ഞപ്പോഴാണ് അന്നത്തെ വൈസ്രോയി കഴ്സൺ പ്രഭു റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഇന്ത്യയിലെ കാർഷിക മേഖലയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് പുസ, ബീഹാറിലെ പുസ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആദ്യത്തെ കാർഷിക സർവകലാശാല സ്ഥാപിക്കുന്നത്. ആ റിപ്പോർട്ടിലും കാർഷിക വിപണന കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ കൊള്ള ചെയ്തു കൊണ്ടുപോകാനുള്ള നിയമനിർമ്മാണമൊക്കെ ആ കാലത്ത് തന്നെ ആരംഭിച്ചിരുന്നു. ഇപ്പോ മോഡി ആരംഭിച്ച ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കൂടി കാണാം. അപ്പൊ ഇത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരികയും ഇന്ന് ലോകം വലിയ മൂന്നാം സാമ്പത്തിക പൊതുകുഴപ്പത്തിലേക്ക് ലോകം പോവുകയാണ്. ഈ മൂന്നാം പൊതു സാമ്പത്തിക കുഴപ്പത്തിലേക്ക് ലോകം നീങ്ങുമ്പോൾ സ്വാഭാവികമായി ഈ കോർപ്പറേറ്റുകളുടെ ആർത്തി ശമിപ്പിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തെ കർഷക ജനവിഭാഗത്തെയും നമ്മുടെ ഫലഭൂയിഷ്ടമായ മണ്ണിനെയും വിത്തും മണ്ണും കർഷകനും ഒക്കെ അവരെ ഒഴിഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണം. പറയുന്നത് എന്താ? നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ടുവിൽക്കാം, നാക്കറുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ സംസാരിക്കാം എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് എന്ന പോലെയാണ്. 2015-16 ഇന്ത്യൻ ഫാം സെൻസസ് റിപ്പോർട്ടിൽ പറയുന്നത് 86% ഇന്ത്യയിലെ കർഷകർ 2 ഏക്കർ താഴെ ഭൂമിയുള്ള ഇടത്തരം കർഷകരാണ്. ഈ ഇടത്തരം കർഷകരെ സംബന്ധിച്ചിടത്തോളം അവൻ കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങൾ കേരളത്തിലെ കൃഷിക്കാരന് ജമ്മു കാശ്മീരിലോ യുപിയിലെ കർഷകരെ കർണാടകത്തിലോ കൊണ്ട് വിൽക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ അവകാശമൊക്കെ ഉണ്ട്. ഈ അവകാശം പ്രാവർത്തികമാക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ബജറ്റിൽ ശീതീകരിച്ച റെയിൽവേയിലൊക്കെ കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാനുള്ള അവസരമുണ്ട് എന്ന് നിർമ്മലാ സീതാരാമന്റെ 2020 ബജറ്റിലും വന്നിരുന്നു. ഈ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ ശീതീകരിച്ച് ട്രെയിനിലൊക്കെ കൊണ്ട് വിൽക്കാൻ കഴിയുന്ന ആൾക്കാണ് അഗ്രി ബിസിനസ് കുത്തകൾക്ക് മാത്രമാണ്. അപ്പോ മണ്ണ്, വിത്ത് എല്ലാം എന്നിട്ട് പറയുന്നത് എന്താ? കാർഷിക ഉൽപ്പന്നങ്ങൾ, നല്ല യന്ത്രങ്ങൾ, ഇതൊക്കെ കിട്ടും. അപ്പൊ ഈ നിയമം പാസ്സാക്കുന്നതിന് മുൻപ് നമ്മൾ കാണണം, ഗുജറാത്തിലെ ചിറ്റോസ് എന്ന് പറയുന്ന ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്തതിന്റെ പേരിൽ പെപ്സി കമ്പനിക്കാരൻ 1 കോടി രൂപ കർഷകന് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തിരുന്നു. ആ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. 2000 മാർച്ച് മാസത്തിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഒരു കർഷകൻ സർക്കാർ കർഷകരുടെ ആത്മഹത്യയുടെ കണക്ക് ആദ്യം പുറത്തുവിടുന്നത് 2000 മാർച്ച് മാസത്തിലാണ്. അവതാർ സിംഗ് എന്ന് പറയുന്ന പഞ്ചാബിലെ ഒരു കർഷകൻ, സാംന ജില്ലയിലെ കാക്കേരി എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു കർഷകന്റെ ആത്മഹത്യയാണ്. സർക്കാർ നിശ്ചയിച്ച നെല്ലിന്റെ താങ്ങുവില കിട്ടാൻ വേണ്ടി 2.5 ആഴ്ചക്കാലം അദ്ദേഹം നീങ്ങി നടന്ന് അവസാനം മഴ പെയ്ത് കുതിർന്നു പോയി ജീവിക്കാൻ മാർഗമില്ലാതായി കഴിഞ്ഞപ്പോൾ അവതാർ സിംഗിന്റെ ആത്മഹത്യയാണ്. ഇന്ത്യയിലെ കർഷക ആത്മഹത്യകൾ തുടങ്ങുന്നത് അവതാർ സിംഗിന്റെ ആത്മഹത്യയോടുകൂടി 2000 മാർച്ച്. അതിനുശേഷം ലക്ഷക്കണക്കിന് ആളുകളായി ഓരോ അരമണിക്കൂറിൽ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യുന്ന നാടാണ് നമ്മുടേത്. അപ്പൊ ഇങ്ങനെ മാറി വരുന്ന ഈ രംഗത്ത് 93 നയം പറഞ്ഞില്ലേ? ഈ 93 നയം വന്നു കഴിഞ്ഞ പഞ്ചാബിലാണ് എല്ലാ തരത്തിലും കാർഷിക മേഖലയുടെ പരിഷ്കാരങ്ങളൊക്കെ നടപ്പാക്കി. അത് ഉരുളക്കിഴങ്ങിൽ പരീക്ഷിച്ചു, അതുപോലെ തന്നെ തക്കാളിയിൽ പരീക്ഷിച്ചു. ഇങ്ങനെ പല പരീക്ഷണങ്ങളും വന്നു കഴിഞ്ഞു. വില കിട്ടാൻ പറ്റാതെ വരും. ഇനി ഈ നിയമങ്ങളിലുള്ള ഓരോ കാര്യം എടുത്ത് പരിശോധിക്കുക. കരാർ കൃഷിയാണ് ഇതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. കരാർ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2, 4, 5 വകുപ്പ്, ഈ 2, 4, 5 വകുപ്പ് ഈ നയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള വകുപ്പുകൾ അനുസരിച്ചുകൊണ്ട് കൃഷിക്കാരനുമായി ഒരു കരാർ ഒപ്പിടും ഏതെങ്കിലും ബഹിരാഷ്ട്ര പുസ്തകം. അതുപോലെ തന്നെ 1965 നിരോധിക്കുകയും 2005 തിരിച്ചു വരികയും ചെയ്ത അവധി വ്യാപാരം. നമ്മുടെ നാട്ടിലൊക്കെ അവധി വ്യാപാരം ഉണ്ടായിരുന്നു. ഒരു വർഷം മുൻപ് വിളയെടുക്കുമ്പോൾ തെങ്ങാണെങ്കിലും അത് മുൻകൂർ പൈസ കൊടുക്കും, എന്നിട്ട് ആ ഒരു വർഷത്തെ തേങ്ങ അല്ലെങ്കിൽ അടയ്ക്ക ഞങ്ങൾ ഇങ്ങനെ എടുക്കാം എന്ന് പറയുന്ന പഴയ കാലം. അപ്പൊ ഈ അവധി വ്യാപാരം ഉണ്ടായിരുന്നു. 65 വലിയ തോതിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നിർത്തിയതാണ്. 2005 തിരിച്ചു വന്നത്.
ഈ അവധി വ്യാപാരം 5 വർഷക്കാലത്തേക്ക് കർഷകന് അവന് വിളയ്ക്ക് വേണ്ടിയുള്ള മുൻകൂർ പൈസ കൊടുക്കാൻ അത് സമാഹരിക്കാൻ കഴിയും. പാൻ കാർഡുള്ള ഏതൊരുത്തനും ഈ മണ്ഡികളിൽ ലൈസൻസ് ഉള്ളവർക്ക് മാത്രം കാർഷികോൽപ്പന്നങ്ങൾ വ്യാപാരത്തിന് അനുവാദം ഉണ്ടായിരുന്ന ഒരു സ്ഥിതിയിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും കാർഷികോൽപ്പന്നങ്ങൾ കൊണ്ടുവരാം. 55-ലെ അവശ്യവസ്തു നിയമം ഭേദഗതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 22ഓളം ഉൽപ്പന്നങ്ങൾക്കുള്ള അവശ്യവസ്തു സാധനങ്ങളുടെ നിയന്ത്രണം ഇഷ്ടംപോലെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. കരിഞ്ചന്തയും കൂട്ടിവെപ്പും നിയമസാധുത നൽകുന്ന നിയമങ്ങളാണിത്. അപ്പൊ ഇത്തരം നിയമങ്ങൾ നമ്മുടെ രാജ്യത്തെ ഈ രാഷ്ട്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കർഷക ജനവിഭാഗത്തെ, അത് കർഷകനെ മാത്രം ബാധിക്കുന്നതല്ല. അവശ്യവസ്തു നിയമം എടുത്തു കളയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരാൻ പോകുന്ന എന്താ പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ നെല്ലുവണ്ടി തടയിലായിരുന്നു. ഞങ്ങളൊക്കെ നാട്ടിൻപുറത്തൊന്നും നെല്ല്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് നെല്ലുവണ്ടിയൊക്കെ തടഞ്ഞത്. കാരണം നാട്ടിൻപുറത്ത് എത്ര വില കൊടുത്താലും തരില്ല, വലിയ വില കൊടുക്കുന്നിടത്ത് കൊണ്ടുപോകും. ഇങ്ങനെയുണ്ടാകും ഓരോരുത്തരും പഴയ കാലത്തൊക്കെ. അപ്പൊ ഈ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും സാധൂകരിക്കുന്ന രൂപത്തിലുള്ള നിയമമാണ് അവശ്യവസ്തു നിയമ ഭേദഗതിയിലൂടെ ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. ശാക്തീകരണം, കർഷകൻ രണ്ടാമത്തെ ബില്ല് ശാക്തീകരണം, കാർഷിക ശാക്തീകരണ ബില്ലാണ്. കർഷകന് ശാക്തീകരണമെങ്കിൽ കൃഷിഭൂമിയിലും മാർക്കറ്റിലും കർഷകന് ചൂഷണത്തിൽ നിന്ന് അവന് മുക്തി നേടുമ്പോഴാണ് അവന്റെ ശാക്തീകരണം ഉണ്ടാകുക. ഇത് എറിഞ്ഞു കൊടുക്കുകയാണ്, എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കും എറിഞ്ഞു കൊടുക്കുന്ന ഒന്നുണ്ടാകുമ്പോൾ എവിടെയാണ് ഈ കാർഷിക ശാക്തീകരണം ഉണ്ടാകാൻ പോകുന്നത്? കാർഷിക ശാക്തീകരണം എന്ന് പറയുന്നത് വലിയ വാൾമാർട്ട് പോലുള്ള സ്ഥാപനം, അതേപോലെ തന്നെ വലിയ കുത്തകളോട് നിങ്ങൾക്ക് എങ്ങനെ മത്സരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. എല്ലാ പരിമിതി ഉണ്ടാകുമ്പോഴും, മണ്ടികൾക്ക് പരിമിതി ഉണ്ടാകുമ്പോഴും ആ പരിമിതിയും അവിടുത്തെ കെടുകാര്യസ്ഥതയും ഒക്കെ തന്നെ പരിഹരിക്കുന്നതിന് പകരം കുത്തകളുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. ഇതിനു മുൻപ് വിൽമർ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തില് 2016 ജൂൺ 16-ാം തീയതിയാണെന്നാണ് എന്റെ ഓർമ്മ. അദാനി ഈ നമ്മുടെ പരിപ്പ് പയറുവർഗ്ഗങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിന് മോഡി സർക്കാർ കരാറുണ്ടാക്കി അദാനിയായിട്ട്. അദാനി പോർട്ടുകളിലൂടെ മാത്രമേ പരിപ്പ് പയറുവർഗ്ഗങ്ങൾ ഇറക്കുമതി ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ആ നിയമം നിലനിൽക്കുക. ഇന്ത്യൻ പൾസസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദാനി പോർട്ട് ഒരു കരാർ ഒപ്പിട്ടു. അപ്പൊ നമുക്ക് പരിപ്പ് സാമ്പാറിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഉത്തരേന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഡാല്. നമുക്കറിയാലോ, ജീവിതത്തിന്റെ നാട്ടുമ്പുറത്തൊക്കെ ഇഷ്ടം പോലെ ജീവിതത്തിലെ ഉരുളക്കിഴങ്ങും ഡാലും അവന്റെ പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ്. അപ്പൊ ഈ പരിപ്പ് പയറുവർഗ്ഗങ്ങൾ ഇപ്പോ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യണമെങ്കിൽ ഈ മോഡിയുടെ പ്രിയപ്പെട്ട തോഴനായിരിക്കുന്ന ഈ അദാനി പോർട്ടിലൂടെ മാത്രമേ പറ്റൂ. അപ്പൊ ഇതിന്റെ വലക്കുരുക്കുകളൊക്കെ ഈ 3 ബില്ല് പാസ്സാക്കുന്നതിന് മുൻപ് അണിയറ കാര്യങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ പാസ്സാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുമ്പോഴാണ് ഈ ബില്ല്. അപ്പോ കർഷകനെ നിങ്ങൾക്ക് പറയില്ലേ, എവിടെ വേണമെങ്കിലും വിൽക്കാലോ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണ്. എവിടെ കൊണ്ടുപോയി വിൽക്കും ഒരു സാധാരണ കർഷകൻ? കർഷകനത് സാധ്യമല്ല. അവന് ശാക്തീകരണം അവൻ നടപ്പാക്കാൻ കഴിയണമെങ്കിൽ അവന്റെ സബ്സിഡി എടുത്തു കളയാം. സബ്സിഡി എന്ന് പറയുന്ന സംവിധാനങ്ങൾ പൂർണ്ണമായി എടുത്തു കളയാം. നബാർഡ് പോലുള്ള FCI പോലുള്ള ഒന്നിലൂടെയും ഭക്ഷ്യസമാഹരണം വരാൻ പാടില്ല. ഇനി കേരളത്തെ ബാധിക്കുന്ന ഒരു ഗൗരവമുള്ള വിഷയം കൂടി പറയാം. 1884-86 രൂപയാണ് ഒരു കിൻഡൽ നെല്ലിന് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത്. ഒരു കിലോയ്ക്ക് 28 രൂപ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോ 2750 രൂപയാണ് കേരളത്തിൽ നെല്ല്. ഈ നിയമം അനുസരിച്ച് കേന്ദ്രം നിശ്ചയിക്കുന്ന ഒരു വിലയിൽ 1 പൈസ കൂടുതൽ കൊടുത്താൽ ആ സംസ്ഥാനത്ത് നിന്ന് ഒരു കാർഷിക ഉൽപ്പന്നവും വാങ്ങുന്നത് നിയമവിരുദ്ധമായി. അപ്പൊ നമുക്ക് 2750 രൂപ കൊടുത്തിട്ട് കിൻഡലിനെ ഒരു നെല്ല് ഉത്പാദിപ്പിക്കുന്ന കർഷകനോട് കൊടുക്കാൻ പറ്റില്ല. അതുപോലെ ഉത്പാദനത്തിന് ഇൻസെന്റീവ് കൊടുത്തുകൊണ്ട് റബ്ബർ കർഷകരെ എല്ലാ വിളകൾക്കും കൊടുക്കുന്നുണ്ട്. ഒരു സംസ്ഥാനത്തിനും ഭരണഘടനയുടെ 246 7-ാം പട്ടികയിൽ 246-ാം വകുപ്പ് അനുസരിച്ച് കൃഷിയും അനുബന്ധവും എല്ലാം സംസ്ഥാന വിഷയമാണ്. ആ സംസ്ഥാന വിഷയത്തിൽ പെടുന്ന ഒരു കാര്യം, ഇപ്പൊ 2-3 കാര്യമാണ് ഇതിലൂടെ പോകുന്നത്. ഭക്ഷ്യസുരക്ഷ അപകടപ്പെടുന്നു, കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും സാധൂകരിക്കപ്പെടുന്നു. 2 ഇന്ത്യയുടെ നിലനിൽപ്പിന്റെ ആധാരശിലകളിൽ ഒന്നായിരിക്കുന്ന ഫെഡറലിസത്തെ തകർക്കുന്നു. അപ്പൊ ഇത് കർഷകരെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ അമ്പാടി പറഞ്ഞതുപോലെ പൗരത്വ നിയമം അത് ന്യൂനപക്ഷങ്ങളെ മാത്രം ബാധിക്കുന്ന അങ്ങനെയൊന്നുമല്ല. ഇത് രാജ്യത്തെ തന്നെ വിൽപ്പനയ്ക്ക് വെക്കുന്ന അത്യധികം ഗൗരവമുള്ള പരിപാടിയാണ്. കർഷകർ മാത്രമല്ല, മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ. പട്ടിണിയുടെ 119 രാജ്യങ്ങളിൽ 102 അല്ലെ ഇൻഡെക്സിൽ, ഹങ്കർ ഇൻഡെക്സിൽ, വേൾഡ് ഹങ്കർ ഇൻഡെക്സിൽ 102-ാം സ്ഥാനമാണ്. ഇപ്പോ പട്ടിണിയുടെ കാര്യത്തിൽ 94-ആണ്, 117 94-ാമത്തെ സ്ഥാനത്താണ്. നമ്മുടെ തൊട്ടടുത്ത് ബംഗ്ലാദേശ്, നേപ്പാളിലൊക്കെ അതിലൊക്കെ നമ്മൾ വികസിച്ചൊക്കെ പോവുകയാണ്. ഭക്ഷ്യസുരക്ഷ ഇങ്ങേയറ്റ അപകടകരമായ രൂപത്തിലേക്ക് പോവുകയാണ്. തൂക്കക്കുറവുള്ള കുട്ടികളിൽ ലോകത്തുള്ള പകുതി ഇന്ത്യയിലാണ്. ജനിച്ചു വീഴുന്ന കുട്ടികളിൽ 3-1. പോഷകാഹാരക്കുറവുള്ള രാജ്യം ഇന്ത്യയാണ്.
മുലയൂട്ടുന്ന അമ്മമാരെ സഹായിക്കാൻ വേണ്ടി വലിയ പദ്ധതിയൊക്കെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉച്ചക്കഞ്ഞി വിതരണം പോലുള്ള പരിപാടിയുണ്ട്. ഇതിന് തൊട്ട് മുൻപ് വലിയ പരിപാടി പറഞ്ഞതാണ് ഫസൽ ബീമാ യോജന. കൃഷിക്കാരുടെ ശാക്തീകരണത്തിന് വേണ്ടി മോഡി സർക്കാർ ആദ്യം തന്നെ കൊണ്ടുവന്നൊരു പദ്ധതിയായിരുന്നു ഫസൽ ബീമാ യോജന. 2016-17 42,114 കോടി അതിന്റെ പ്രീമിയം ഉണ്ട്. കർഷകർക്ക് കിട്ടിയത് എത്രയാണ്? 8,713 കോടി. 42,114 കോടി രൂപ ഫസൽ ബീമാ യോജന അനുസരിച്ചുകൊണ്ട് കർഷകരുടെ പ്രീമിയം പിടിച്ചത് വിളനാശവും മറ്റു പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ കർഷകർക്കാകെ തിരിച്ചു കൊടുത്തത് 8,713 കോടി. ബാക്കി ആർക്ക് കിട്ടി? റിലയൻസിനും റിലയൻസിന്റെ ഇൻഷുറൻസ് കമ്പനിക്കും ഇവർക്ക് കൊടുത്തത്. അപ്പൊ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഈ പദ്ധതികളുടെ പിന്നാമ്പുറങ്ങൾ എന്താണ് എന്ന് കൂടി നമ്മൾ പരിശോധിക്കുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ആപത്ത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് കർഷകനെ സംബന്ധിച്ചിടത്തോളം മരണ വാറണ്ടാണ് ഈ നിയമം എന്ന് പറഞ്ഞത്. ഈ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത് വരുമ്പോൾ ഒന്നും നമുക്ക് ഇടതിരിച്ച് കാണാറില്ല, പറ്റില്ല. മിഡിൽ മാർച്ച് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധമായ നോവലിൽ സമൂഹത്തെ കുറിച്ചുള്ള ഒരു നിരീക്ഷണമുണ്ട്. ആ സമൂഹത്തെ കുറിച്ചുള്ള നിരീക്ഷണം ഈ ചെലത്തിയുടെ വലയുണ്ടല്ലോ, അതിൽ ഒന്നിന് സ്പർശിക്കാതെ മറ്റൊന്ന് സ്പർശിക്കാൻ പറ്റില്ല. അപ്പൊ ഈ നയങ്ങൾ തൊഴിലാളികളുടെ ആയാലും കൂലി അടിമകളാക്കി തൊഴിലാളികളെ മാറ്റുകയാണ്. 12 മണിക്കൂറാ ജോലി, അതുപോലെയുള്ള പരിപാടികളൊക്കെ വരുമ്പോൾ ഈ 2 വിഭാഗങ്ങളാണ്, കർഷകരും തൊഴിലാളികളാണ് ഈ രാഷ്ട്രത്തെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാഷ്ട്രത്തെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശക്തികളെ തന്നെ വെറും കൂലി അടിമകളാക്കി എറിഞ്ഞു കൊടുക്കുന്ന ഒന്നാണ്. കർഷകന് കൃഷിഭൂമിയിൽ കൂലി അടിമകളാണ്. കോർപ്പറേറ്റ് ഫാമിംഗ് നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ വിത്തം തരും, വളമവൻ തരും. കൃഷി എന്താണ്, അതിന്റെ രീതി എന്താണെന്ന് നിശ്ചയിക്കാനുള്ള അധികാരം ഞാൻ നേരത്തെ പറഞ്ഞ 2, 4, 5 ഈ നിയമത്തിലെ ഈ വകുപ്പ് പ്രകാരം കൃഷിക്കാരന് ഇല്ല. ആ കൃഷി അവൻ പറയുന്നതനുസരിച്ച് ചെയ്യണം. ഇനി ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ അവർക്ക് കൊടുത്താലോ 3-ൽ 2 വില മാത്രം ആദ്യം തരും. പിന്നെ ഈ ഉൽപ്പന്നങ്ങൾക്ക് അവർ നിശ്ചയിക്കുന്ന ക്വാളിറ്റി ഉണ്ടോ എന്ന് പരിശോധിക്കും. ക്വാളിറ്റി ഉണ്ട് എന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ അടുത്ത വില കിട്ടൂ. ഇനി തർക്കമുണ്ടായാൽ ഇപ്പോ റവന്യൂ ഡിപ്പാർട്ട്മെന്റിനാണ് അഡീഷണൽ സെക്രട്ടറി, അതുപോലെ തന്നെ കളക്ടർ, ഇവർക്കാണ് ഇപ്പോൾ അധികാരം. ഈ അധികാരമൊക്കെ സാധാരണ രൂപത്തിൽ എവിടെ വരും? സാധാരണ 1/2 ഏക്കറോ 1 ഏക്കറോ കൃഷി ചെയ്യുന്ന കർഷകരും വലിയ അഗ്രി ബിസിനസ് അദാനി അംബാനി അടക്കമുള്ള ആളുകളുമായിട്ട് തർക്കം വന്നു കഴിഞ്ഞാൽ സാധാരണ രൂപത്തിൽ എവിടെയായിരിക്കും അതിന്റെ നീതി? ഇനി അങ്ങനെ വന്നാൽ അതിലും വലിയ തകരാറുണ്ട്. കാരണം കൃഷിക്കാരൻ അത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അവരുടെ സ്ഥലമടക്കം ജപ്തി ചെയ്യാൻ അധികാരം ഈ നിയമത്തിലുണ്ട്. അതേസമയം കമ്പനി തെറ്റാണ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന പിഴയുടെ പകുതി മാത്രം പെനാൽറ്റി കൊടുത്താൽ മതി. അതും ഇതിൽ നിയമം വെച്ചിരിക്കുകയാണ്. അവശ്യ വസ്തു നിയമത്തിന്റെ 3-ാം വകുപ്പിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞത് ഭേദഗതി ചെയ്യുമ്പോൾ തൽക്കാലം ഒരു ആശ്വാസം എന്ന രൂപത്തിൽ ചിലത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെന്താ? യുദ്ധം, ക്ഷാമം പോലുള്ള ഘട്ടങ്ങളിൽ സംസ്ഥാന സർക്കാരിന് റൈറ്റ് ഉണ്ട്. അങ്ങനെ റൈറ്റ് ഉണ്ടാകുമ്പോഴും പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന സാധനങ്ങൾ സംഭരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ വില നിയന്ത്രിക്കാനുള്ള അവകാശം പറയുമ്പോൾ കുത്തകകൾക്കുള്ളതിന്റെ അവകാശങ്ങൾ അത് പാടില്ല. കുത്തകളെ യാതൊരു വിധത്തിലുള്ള നിയന്ത്രണവും പാടില്ല എന്നും പറഞ്ഞു വെച്ചിരിക്കുക. എങ്ങനെ എടുത്ത് പരിശോധിച്ചാൽ ഏതെങ്കിലും തരത്തിൽ നിന്റെ ഉൽപ്പന്നം, നീ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം എവിടെ കൊണ്ട് വിൽക്കാം എന്ന് പറയുന്നതിനപ്പുറത്ത് അവനെ എന്ത് ഉൽപ്പാദിപ്പിക്കണമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജിറ്റോസ് എന്ന് പറയുന്ന ഉരുളക്കിഴങ്ങ് അത് പെപ്സി കമ്പനിക്കാരുടെ അവകാശമാണ്. പെപ്സി പറയുന്ന ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞ് ഇതിനോട് മത്സരിച്ചൊന്നും സാധാരണ കർഷകന് പോകാൻ പറ്റില്ല. അതിന്റെ അനന്തര ഫലങ്ങളാണ് നമ്മുടെ ഹോഷിയാർപൂർ ജില്ല, പഞ്ചാബ് പോലുള്ള ഹോഷിയാർപൂർ ജില്ലയിൽ ഈ കോർപ്പറേറ്റ് ഫാമിംഗ് ആദ്യമായി തക്കാളി മേഖലയുമായി ബന്ധപ്പെട്ട് പെപ്സി കമ്പനി അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായതിന്റെ എത്രയോ പഠനങ്ങൾ നമ്മുടെ രാജ്യത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ കോർപ്പറേറ്റ് ഫാമിംഗ് ഒക്കെ ലോകത്ത് പല രാജ്യങ്ങളിലും വന്നു കഴിഞ്ഞതാണ്. അതിന്റെ ദുരന്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1998 മെക്സിക്കോയിൽ ലോകത്തുണ്ടായ ചിയാപ്പസ് കലാപം എന്ന് പറയുന്ന കർഷകരെ, ലോകത്ത് ഏറ്റവും വലിയ ലോകത്തെ പിടിച്ചുപിടിക്കുന്ന കർഷക പ്രക്ഷോഭം ചിയാപ്പസിൽ ഉണ്ടായത് ഇത്തരത്തിലുള്ള മാക്രോഡകൾ എന്ന് പറയും. പുതിയ തരത്തിലുള്ള മാക്രോഡകൾ, അവിടെ കോർപ്പറേറ്റുകളുടെ ഭരണം കൊണ്ടുവരുന്ന രൂപത്തിലുള്ള മാക്രോഡകൾ സ്ഥാപിക്കുകയും കർഷകര് അന്യമായി സ്വന്തം കൃഷിഭൂമിയിൽ നിന്ന് പോലും ആട്ടിപ്പായിക്കുന്നതിനെതിരായിട്ട് അവിടെ നടന്ന പ്രക്ഷോഭം നമ്മുടെ മുന്നിൽ. അപ്പോൾ ഇതിന്റെയൊക്കെ അനുഭവങ്ങളിൽ നിന്ന് ഒരു പാഠവും പഠിക്കാതെയാണ് പൂർണ്ണമായി രാജ്യത്തെ കോർപ്പറേറ്റുകൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയായി ബന്ധപ്പെട്ടാണ് പോകുന്നത്. നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ സത്യം സ്വർണ്ണപാത്രം കൊണ്ട് മൂടിയിരിക്കുന്നു എന്ന് ഈശോപനിഷത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്.
ഇവര് ഈ കാവ്യ കൊണ്ട് മൂടി അവരുടെ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ ജാതിയുടെയും രാമന്റെയും മതത്തിന്റെയും ഒക്കെ പേരിൽ കാവ്യ കൊണ്ട് മൂടി ഈ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ മൂടി വെച്ചിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കാർഷിക മേഖലയും അത് തന്നെയാണ്. വലിയ ഭക്ഷ്യക്ഷാമം നമ്മളെ സംബന്ധിച്ച് 60-67 എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോ ഗോതമ്പൊക്കെ സാധാരണ രൂപത്തിൽ പ്രായമായ ആളുകൾക്കറിയാം. ഇതൊക്കെ ഈ റേഷൻ ഷോപ്പുകളുടെ മുന്നിലേക്ക് നീണ്ട നിര പാതിരാത്രി വരെ ക്യൂ നിന്ന് പോയ ചരിത്രം നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പൊ അതിലൊക്കെ മറികടന്ന് പോകുന്നോടത്ത് ഈ പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും ന്യായമായി മാറുകയും ഇപ്പൊ ഒരു കാലത്ത് ഒരു 1.5 കൊല്ലല്ലേ തക്കാളി 5 പൈസ പോലും കിട്ടാതെ നാസിക്കിലെ കർഷകർ അവിടെ തള്ളി കളയുമ്പോൾ ഉരുളക്കിഴങ്ങ് അതുപോലെ തള്ളി കളയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര രൂപ കൊടുക്കേണ്ടി വന്നു? കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഒന്നും വില കിട്ടാതെ വരുമ്പോഴാണ് എങ്ങനെയാണ് കോർപ്പറേറ്റ് വൽക്കരണമാണ് അവരവിടെ കൊണ്ടുവരുന്നത്. അതിന് പകരമായിട്ടുള്ള ബദൽ സംവിധാനം നേരത്തെ അമ്പാടിയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഉത്പാദക സഹകരണ സംഘങ്ങൾ എന്ന് പറയുന്ന രൂപത്തിൽ ഉള്ള പരിപാടികൾ കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരണം. നോക്കൂ, നമ്മൾ കൊച്ചു കുട്ടികൾ വരെ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന മിഠായി വേണം, പറഞ്ഞ് സംസാരിക്കാൻ കഴിയാത്ത കുട്ടികളായിരിക്കും. പക്ഷെ പരസ്യം കണ്ട് പറയും ആ മിഠായി വേണം, ഈ ബാഗ് വേണം എന്ന് കുട്ടികൾ പറയും. ഒരുപാട് കോഫി ബൈറ്റ് അതേപോലുള്ള മിഠായികളൊക്കെ കർഷകന് എത്ര കിട്ടുന്നുണ്ട്? കാപ്പി കർഷകന് എത്ര കിട്ടും? തേയില കർഷകന് എത്ര കിട്ടും? അപ്പോ ഇത് ഈ കോർപ്പറേറ്റ് വൽക്കരണം എന്ന് പറയുന്ന രൂപത്തിൽ പൂർണ്ണമായി പൊതുമേഖല മുഴുവൻ റെയിൽവേ, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, ഭൂമിക്കടിയിൽ കിടക്കുന്ന ധാതു ഖനിജ സമ്പത്ത് ഒക്കെ ഇന്ത്യൻ ഭരണഘടനയിൽ ശബളയിലൂടെയിരിക്കുന്നത് പ്രധാനമന്ത്രിയിലൂടെയിരിക്കുന്നത് ഭരണഘടനയില് ഈ ഭൂമിക്കടിയിൽ കിടക്കുന്ന ധാതു ഖനിജ സമ്പത്ത് 1947 മുൻപേ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി ഉപകരിക്കേണ്ട വസ്തുതയാണ്. ഭൂമിക്കടിയിൽ കിടക്കുന്ന ധാതു ഖനിജ സമ്പത്ത് രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഭരണഘടനയിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ഇരുമ്പയായാലും കൽക്കരിയായാലും എന്തൊക്കെ ഉണ്ടെങ്കിൽ അത് മുഴുവൻ കൊള്ള ചെയ്ത് കൊണ്ടുപോകാനുള്ള അവസരം കൊടുക്കുകയാണ്. ഭരണഘടനയുടെ ഒരു ഭാഗത്ത് പൂർത്തിയായിട്ട് മാറുകയാണ്. ഇതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് പോവുകയാണ്. ആയിരക്കണക്കിന് ഏക്കർ ഭൂമി വേണം കോർപ്പറേറ്റ് ഫാമിങ്ങിന്. അതുകൊണ്ട് ഇപ്പോ ഭൂപരിഷ്കരണമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിന് പരിമിതിയുണ്ട്. നമ്മുടെ കേരളത്തിൽ 15 ഏക്കർ മറ്റ് സ്ഥലങ്ങളിൽ ഇത് മാറ്റണം. ഇത് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ് ഭൂമി ഏറ്റെടുക്കൽ നിയമം. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഭൂമി ഏറ്റെടുക്കൽ നിയമം, ഇലക്ട്രിസിറ്റി ബില്ല്, ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട്, ഇതൊക്കെ ഈ ബില്ലുമായി 3 ബില്ലുകളുമായി പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യം കൂടിയാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് എത്ര കണ്ട് രാജ്യദ്രോഹപരമാണ്, എത്ര കണ്ട് മാരകമാണ് ഈ രാജ്യദ്രോഹപരമാണ് ഈ ബില്ലുകൾ എന്ന് മനസ്സിലാക്കാനും അതിനെതിരായ കർഷക സമൂഹം മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതിനെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തണം. നവംബർ 26-ാം തീയതി തൊഴിലാളി വർഗം മുന്നോട്ട് വെച്ചിരിക്കുന്ന പണിമുടക്കിന്റെ മുദ്രാവാക്യങ്ങളിൽ ഒന്നും കാർഷിക ബില്ലുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് പുതിയ തരത്തിലുള്ള കാർഷിക മേഖലയിലെ പുതിയ കർഷക സംഘടനകളൊക്കെ രൂപം കൊള്ളുന്നത്. നമുക്കറിയാം ശരത് ജോഷി മഹാരാഷ്ട്രയിൽ ഒരു പുതിയ മൂവ്മെന്റ് 80കളോട് കൂടിയാണ് ആരംഭിക്കുന്നത്. തിക്കായത്ത് ലക്ഷക്കണക്കിന് കർഷകരെ കൊണ്ട് രാംലീല മൈതാനം നിറച്ച ഒരു വലിയ പ്രക്ഷോഭം മുൻപുണ്ടായിരുന്നു 1980 തിക്കായത്ത്. നമ്മൾ തെക്കേ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നാരായണസ്വാമിയുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിലെ, കർണാടകത്തിൽ നഞ്ചുണ്ടസ്വാമിയുടെ നേതൃത്വത്തിൽ ഈ പ്രക്ഷോഭമൊക്കെയാണ്. പക്ഷെ 90കളോട് കൂടി വന്നപ്പോൾ വൻകിട കർഷകർക്ക് ഗ്ലോബലൈസേഷന്റേതായ ചില നേട്ടം കിട്ടുമെന്ന് കണ്ടപ്പോൾ പിന്നെ പലതരത്തിലുള്ള വ്യാപകങ്ങളൊക്കെ കുടുങ്ങി ഇത്തരം ആളുകളൊക്കെ കുറെയൊക്കെ അതിന്റെ പക്ഷത്തേക്ക് പോയി. ആ മൂവ്മെന്റുകളൊക്കെ തന്നെ ശിഥിലമായ ഒരു കാര്യം നമുക്ക് കാണാം. പക്ഷെ ഇപ്പോ നമ്മൾ കാണുന്നത് വൻകിട കർഷകർ തന്നെ അവർക്ക് രക്ഷയില്ല നിലനിൽപ്പിന് വേണ്ടി. ഇപ്പോ ഏറ്റവും വലിയ പ്രക്ഷോഭം എന്തുകൊണ്ട് പഞ്ചാബിൽ നടക്കുന്നു, എന്തുകൊണ്ട് ഹരിയാനയിൽ നടക്കുന്നു, എന്തുകൊണ്ട് പശ്ചിമ UP നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കർഷക മേഖലയുടെ പരിഷ്കാരങ്ങളുടെ പരീക്ഷണശാലകളായിരുന്നു ഈ പ്രദേശങ്ങളിലുള്ളത്. ആ പ്രദേശങ്ങളിൽ തന്നെ വരുന്നത് കൊണ്ട് തന്നെ ഇത് FCI നിർത്തലാക്കിയാൽ, നബാർഡിന്റെ സംവരണം നിർത്തലാക്കിയാൽ, FCI അല്ലെങ്കിൽ സബ്സിഡി നിർത്തലാക്കിയാൽ, വളം സബ്സിഡി ഇല്ലാതാക്കി കഴിഞ്ഞാൽ, വിത്ത് നയത്തിൽ മാറ്റം വന്നാൽ ഒക്കെ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം എന്ത് എന്ന് ആര് പറഞ്ഞാലും അവർക്ക് കർഷകർ അവരുടെ അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ചു. അതുകൊണ്ടാണ് BJPയുടെ പഞ്ചാബ് സെക്രട്ടറി ബൽവിന്ദർ സിംഗ് കാങ് പോലെയുള്ള ആളുകൾ പോലും രാജിവെച്ച് കർഷക പ്രക്ഷോഭത്തിൽ പഞ്ചാബിൽ അണിനിരക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. ഇന്ത്യയിലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രക്ഷോഭങ്ങളെ ഒരു ഊർജമായി ആവാഹിച്ചെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഇവിടെ വരികയാണ്. ഈ പ്രക്ഷോഭങ്ങൾ, തൊഴിലാളികളുടെയും കർഷകരുടെയും പ്രക്ഷോഭങ്ങൾ, ഈ രണ്ട് ഉൽപാദക വർഗങ്ങൾ സമരരംഗത്തേക്ക് വരുമ്പോൾ അതിനെ ഒരു രാഷ്ട്രീയ ശക്തിയാക്കി പരിവർത്തനപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെ എന്നതിനെ കുറിച്ചുള്ള ഗൗരവമായ ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ വരികയാണ്.
ആ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നാണ്. പ്രക്ഷോഭം വലിയ തോതിൽ വരും. ആ പ്രക്ഷോഭങ്ങൾ അകയടിച്ചു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അകാലികളൊക്കെ NDA മുന്നണി വിട്ടുപോകുന്ന പ്രശ്നമില്ല. അതേ കഴിഞ്ഞാൽ ഹരിയാനയിലെ മന്ത്രിസഭയിൽ താഴെ പോകും. കാരണം അവിടെ ചൗത്താലിയുടെ സ്ഥാപനത്തിൽ അങ്ങനെ അധിക കാലം നിൽക്കാൻ പറ്റില്ല. ഈ പ്രക്ഷോഭങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചോട്ടെ ഇന്ത്യൻ സമ്പദ്ഘടനയുടെ ഇപ്പോഴും ഭൂരിപക്ഷം വരുന്നത് നമ്മുടെ GDP ഒക്കെ ഈ 52-ല് 1992-ലെ 93-ലെ പുതിയ നയം മൻമോഹൻ സിംഗ് സർക്കാർ റാവു സർക്കാർ കൊണ്ടുവരുന്നതിന് മുൻപ് ഭക്ഷ്യസാധനങ്ങളുടെ 52% കേന്ദ്ര സർക്കാരിന്റെ കീഴിലുണ്ടായിരുന്നു. 92-ൽ 93 കഴിഞ്ഞ് 2014 എത്തുമ്പോൾ ഭക്ഷ്യസാധനങ്ങളുടെ സ്റ്റോക്ക് സർക്കാരിന്റെ കയ്യിൽ 16%. ഭക്ഷ്യസുരക്ഷ എത്ര കണ്ട് അപകടപ്പെട്ടു പോകുന്നു എന്നതിന്റെ ഗൗരവം കൂടിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ FCI ഗോഡൌണുകളും നബാർഡുകളും കൂടി ഇല്ലാതായി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം എന്താണ്? പഴയ തലമുറ ഇതിന്റെ അനുഭവിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ജനത എന്ന നിലയ്ക്ക് ഈ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അങ്ങേയറ്റം രാജ്യദ്രോഹപരവും ദേശദ്രോഹവും ജനവിരുദ്ധവുമായ ഈ നയങ്ങളാണ്. ഈ നയം രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക നയ സമീപനങ്ങളുമായി അതിന് അഭേദ്യമായ ബന്ധമുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി തന്നെ ഇതിനെതിരായുള്ള പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തണം എന്ന് മാത്രമാണ് ഈ വേളയിൽ പറയാനുള്ളത്. അഭിവാദ്യങ്ങൾ.